ഹായ്, എല്ലാവർക്കും തിരുവാതിര ആശംസകൾ. നാളെയാണ് തിരുവാതിര, ഇന്ന് മകീരം. അപ്പോൾ ഇന്ന് തുടങ്ങിയിട്ടാണ് നമ്മുടെ ഒരിക്കൽ ആരംഭിക്കുക. തിരുവാതിര ഒരിക്കൽ, മകീരം, തിരുവാതിര. പണ്ടൊക്കെ 4 ദിവസം മുന്നേ തുടങ്ങും കേട്ടോ. തിരുവാതിര ഒരിക്കലല്ല, തിരുവാതിര കളികൾ വീടുകളിലൊക്കെ കളിച്ചു തുടങ്ങുന്നുണ്ട്. ഒരാഴ്ച 1 മാസം മുമ്പൊക്കെ കളിച്ചു തുടങ്ങും. എല്ലാ ദിവസവും ഏതെങ്കിലും വീട്ടിൽ പോയിട്ട് കുറച്ച് 2-3 പാട്ട് പാടും, കളിക്കും. അങ്ങനെ വന്ന് ലാസ്റ്റാണ് തിരുവാതിരയുടെ അന്ന് ഫുൾ ഡേ. രാത്രി മുഴുവനും ഉറക്കമുളച്ച് കളിക്കും, നേരം വെളുക്കോളം. എന്നിട്ട് വെളുപ്പിന് അടുത്തുള്ള കുളമൊക്കെ ഉണ്ടാവില്ല, എന്നാൽ കുളത്തിൽ പോയി ഇങ്ങനെ എന്താ പറയുക, കുളിച്ച് നീന്തി കുളിച്ച് അമ്പലത്തിലേക്ക് പോകും. പിന്നെ തിരുവാതിരയുടെ അന്ന് രാവിലത്തെ പരിപാടികളാണ്. അപ്പോൾ ഇന്ന് രാവിലെ ചപ്പാത്തി ആയിരുന്നു. ചപ്പാത്തിക്ക് ഒരു ടൊമാറ്റോ ഫ്രൈ ഉണ്ടാക്കി. പിന്നെന്താ, അപ്പം എടുക്കാൻ പറ്റിയില്ല, ഞാനിപ്പോൾ എടുത്തേ ഉള്ളൂ, കാണിച്ചേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇനി ഉച്ചക്കത്തെ പരിപാടി. ഉച്ചയ്ക്ക് ഞാൻ ആദ്യം വിചാരിച്ചത് ഉച്ചയ്ക്ക് ചോറുണ്ണാം, അത് കഴിഞ്ഞിട്ടൊക്കെയല്ലേ തിരുവാതിര തുടങ്ങുന്നത്. പിന്നെ അറിഞ്ഞേ 11 മണിക്ക് തിരുവാതിര സ്റ്റാർട്ട് ചെയ്തു. തിരുവാതിര അല്ല കേട്ടോ, മകീരം മക്കൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. മകീരം നോയമ്പ് എടുക്കുന്നത് മക്കൾക്ക് വേണ്ടിയിട്ടാണ്. മക്കൾ നന്നാവാൻ, മക്കളുടെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ദീപാനീതി അവൾ കഞ്ഞി വെച്ചിരുന്നു, അതുകൊണ്ട് അവൾ ആ കഞ്ഞി വെച്ചിരിപ്പം എനിക്ക് തന്നു. നമ്മുടെ ഗോതമ്പ് കഞ്ഞി, പിന്നെ കുറച്ച് ഇഞ്ചിക്കറി ഉണ്ട്, അതുപോലെ തന്നെ പപ്പടം, അങ്ങനെയുള്ളതൊക്കെ കൂട്ടിയിട്ട് നമുക്ക് കഴിക്കാൻ തുടങ്ങാം. പിന്നെ എന്താ കറി, സാധാരണ നമ്മുടെ കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മോരൊഴിച്ച് കൂട്ടാൻ വയ്ക്കും. പിന്നെ ഈ പുളിയിഞ്ചി ഉണ്ടാവും, പപ്പടം, പ്രധാനം പുഴുക്കാണ്. പുഴുക്ക് വയ്ക്കാനുള്ള മനസ്സ് ഇതുവരെയും വന്നിട്ടില്ല. അമ്മയുടെ ഇഷ്ടവിഭവമായതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ പച്ചക്കറിക്കാരൻ വന്നിട്ട് ചോദിച്ചു, ചേച്ചി മധുരക്കിഴങ്ങുണ്ട്? വേണ്ട, വയ്ക്കണില്ല ഞാനൊന്നും. നമുക്ക് ഇതൊക്കെ മതി, പുഴുക്ക് തന്നെ വേണമെന്നൊന്നുമില്ല. അതുകൊണ്ട് തന്നെ പുളിയിഞ്ചി ഉണ്ട്. പിന്നെന്താ, പുളുങ്കറി വേണമെങ്കിൽ ഇരിപ്പുണ്ട്. എന്ത് വേണമെങ്കിലും കൂട്ടാണ്. ഈ പപ്പടം കഴിക്കാം, ഉഴുന്ന് കഴിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ ഉള്ളി കഴിക്കില്ല. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. പിന്നെന്താ, നമുക്ക് ഉപ്പ് അത്യാവശ്യമാണ്. പിന്നെ ഈ ഗോതമ്പ് കഞ്ഞി കഴിക്കാനുള്ള വേറൊരു പരിപാടി എന്താണെന്നറിയോ? പെട്ടെന്ന് വിശക്കും. ഗോതമ്പ് പെട്ടെന്ന് ദഹിക്കുന്നതാണ് ഇതുമാണ്. ഗോതമ്പ് കഞ്ഞി കഴിക്കുമ്പോൾ വിശക്കും. അതേപോലെ നമ്മൾ ചോറ് കഴിച്ചവർക്ക് ഇത്തവണ 3 ദിവസത്തെ ഒരിക്കലാണ് വന്നത് തിരുവാതിരയ്ക്ക്. ഇന്ന് നാളെയും മറ്റന്നാളും ഉണ്ട്. മറ്റന്നാൾ ഉച്ചയ്ക്ക് തിരുവാതിര തീരും. പിന്നെ ഒരിക്കലും പൂർത്തിയാക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ രാത്രിയും കൂടെ എടുക്കണമല്ലോ നമ്മൾ. അപ്പോൾ ഇന്ന് രാവിലെ തുടങ്ങിയാൽ മറ്റന്നാൾ രാത്രി തീരുള്ളൂ ഈ ഗോതമ്പ് പരിപാടി. ചപ്പാത്തി കഞ്ഞി ഒക്കെ ആയിട്ട് മാറി അങ്ങോട്ട് കഴിക്കുക. രാവിലെ കുളിക്കുക, അമ്പലത്തിൽ പോവുക. പിന്നെന്താ, ചന്ദനം കൊണ്ടൊരു 3 വര വരയ്ക്കുക. എന്നിട്ട് നടുക്ക് ചന്ദനത്തിൻ്റെ 2ൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പിൽ ഓരോന്നിലും, ഒന്നിൽ കുങ്കുമം, ഒന്നിൽ ചാന്ത്, ഒന്നിൽ മുക്കുറ്റിയുടെ ചാന്ത്. മുക്കുറ്റി ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഉരച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ചാന്ത് വെള്ളം കിട്ടുമല്ലോ, പച്ച, അത് അങ്ങനെയാണ് കിടങ്ങ്. പിന്നെ 108 വെറ്റില മുറക്കണം എന്നാണ് പറയുക. അതൊക്കെ നാളെ കേട്ടോ, നാളെ തിരുവാതിരയുടെ അന്ന്. ഇന്നിപ്പോൾ വൈകിട്ട് എട്ടങ്ങാടി ഉണ്ട്. 8 കൂട്ടം സാധനങ്ങൾ നേദിക്കും. ആ നേദിച്ചതും കരിക്കും കഴിച്ചിട്ട് കുറച്ച് തിരുവാതിരയും കളി നടത്തി സ്റ്റാർട്ട് ചെയ്യും മകീരത്തിന്. വെട്ടങ്ങാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേമ്പ്, ചേന, കാച്ചിൽ, കൂർക്ക, കായ്, പിന്നെ വൻപയർ, പിന്നെ എന്തെന്നാണ്, ചെറുകിഴങ്ങ്, മധുരക്കിഴങ്ങ്, അങ്ങനെയുള്ള 8 ഐറ്റംസ് ഇട്ടിട്ടാണ് ഈ എട്ടങ്ങാടി എന്ന് പറയുന്നത്. ഈ 8 കൂട്ടം സാധനങ്ങളും പണ്ടൊക്കെ കനലിൽ ചുട്ടെടുക്കും കേട്ടോ, നല്ല കനലുണ്ടാവുമല്ലോ. ഇപ്പോൾ കനൽ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി ചുട്ടെടുക്കും കുറച്ച് പേരിന്. ബാക്കിയൊക്കെ ആവിയിൽ വെച്ചിട്ട് പുഴുങ്ങിയെടുക്കും ആൾക്കാർ. അപ്പോൾ എളുപ്പമാവുമല്ലോ. എന്നിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് അരിഞ്ഞ് ശർക്കര പാവ് കാച്ചി അതും പഴവും നുറുക്കിയിട്ടിട്ടൊക്കെ അതിലേക്ക് മിക്സ് ചെയ്തെടുക്കും. നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ചേനയുണ്ട് കേട്ടോ ഇതിൽ. ചേന മാത്രം ശ്രദ്ധിച്ച് എടുക്കണം, ഇല്ലെങ്കിൽ ചൊറിയും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നല്ലോണം ഒന്ന് കൂടുതൽ ചൂടാണെങ്കിൽ ചുട്ടെടുക്കും. നല്ലപോലെ തീരിട്ട് ആവിയിലാണെങ്കിലും അതേപോലെ തന്നെ നല്ലോണം വേവിച്ചെടുക്കും. ചേന മാത്രം പ്രത്യേകം ശ്രദ്ധിച്ചെടുക്കണം. അങ്ങനെ 8 കൂട്ടവും വച്ച് വിളക്ക് കൊളുത്തി നേദിച്ച് അത് കഴിച്ച് തുടങ്ങുകയും തിരുവാതിര.
പണ്ടൊക്കെ ഈ മകീരം അന്ന് വൈകുന്നേരം എട്ടങ്ങാടി കഴിച്ചിട്ടാണ് ഞങ്ങൾ നോയമ്പ് തുടങ്ങുക. എന്നിട്ട് എട്ടങ്ങാടി കിട്ടുമ്പോൾ പിള്ളേരല്ലേ അത് നേരെ വീട്ടിലേക്ക് കൊണ്ടുവരും. കഴിക്കാൻ നിൽക്കില്ല, കഴിച്ചാൽ നോയമ്പായി പോയി എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കൈ പിടിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ട് അത് പൊതിഞ്ഞു കൊണ്ടുവന്ന് വീട്ടിൽ വയ്ക്കും. വച്ചിട്ട് ഞങ്ങൾ ചോറുണ്ട് കഴിഞ്ഞിട്ട് ഇതിരുന്ന് കഴിക്കും. അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ. അതിന് ചേട്ടൻ നോയമ്പ് മുടക്കിയാൽ മതിയല്ലോ. അതിനുണ്ട് ഐഡിയ. അത്രയ്ക്കുള്ളൂ ദൂരം. എന്തിനു വേണ്ടിയാ എന്താ അത് കാര്യമായിട്ട് ചെയ്യാനൊന്നുമില്ല. അമ്മമാരൊക്കെ ചെയ്യും, പിന്നെ പിള്ളേരല്ലേ എന്നുള്ളതിൽ നമ്മളെ അങ്ങനെ നിർബന്ധിക്കൊന്നുമില്ല കേട്ടോ. കൊച്ചുങ്ങളല്ലേ, എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് വയ്ക്കും. അങ്ങനെ ഇപ്പോൾ നമ്മൾ വലുതായപ്പോൾ നമുക്ക് കാര്യങ്ങൾ മനസ്സിലായല്ലോ. അന്ന് ഈ ഗോതമ്പ് ഈ പറഞ്ഞ പോലെ വിശക്കെന്ന് പറഞ്ഞില്ലേ, അതിനുള്ള പരിഹാരമാണ് പുഴുക്ക്. അപ്പോൾ പുഴുക്ക് കഴിച്ച് കഴിയുമ്പോൾ ഗോതമ്പിൻ്റെ കൂടെ പുഴുക്കും കൂടെ ആകുമ്പോൾ വിശപ്പൊന്നും വരില്ലല്ലോ, പെട്ടെന്ന് വിശക്കില്ല. പുഴുക്കൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അങ്ങനെ കിടക്കും. ചപ്പാത്തി കഴിച്ചാൽ കിടക്കുന്ന പറഞ്ഞ പോലെ ദഹിച്ചു സമയമെടുക്കും ദഹിച്ചു വരാനൊക്കെ. പിന്നെന്താ, ഞാനൊക്കെ മുറുകിയിട്ടുണ്ട് കേട്ടോ. എപ്പോഴും തിരുവാതിരയ്ക്ക് പോയി മുറുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഒരു കൈ നോക്കും. ഇഷ്ടമാണ്. അങ്ങനെ ഊഞ്ഞാലാടും, മാവൊക്കെ ഉണ്ട്. അപ്പം അച്ഛന് ഊഞ്ഞാലും ഇട്ട് തരും തിരുവാതിര സമയത്ത്. എന്നിട്ട് പോയി ഊഞ്ഞാലാടും. അങ്ങനെയൊക്കെയാണ് തിരുവാതിര. ഇപ്പോൾ എട്ടങ്ങാടി സ്ഥലത്ത് പോകണമെന്നുണ്ടെങ്കിൽ എടുക്കാം. ചിലപ്പോൾ പോവും, ചിലപ്പോൾ പോവില്ല. അതിവിടെ അടുത്തെങ്ങും ഇല്ല, അതുകൊണ്ട് തന്നെ. പിന്നെ എന്താ, രാത്രി ചപ്പാത്തി ആയിരിക്കും മിക്കവാറ്. നാളെ തുടർന്ന് ഇതൊക്കെ തന്നെ. അങ്ങനെ നമ്മുടെ തിരുവാതിര വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നിപ്പോൾ. അറിയാത്തവരൊക്കെ ഇതേമാതിരിയൊക്കെ തിരുവാതിര നോക്കുമ്പോൾ നോക്കിക്കോളൂ, നല്ലതാട്ടോ. പിന്നെ കൂവ കൊടുക്കും. കൂവപ്പൊടി ഉണ്ടല്ലോ, കൂവപ്പൊടി കലക്കി വെച്ച് തെളി ഊറ്റിക്കളഞ്ഞ് 2-3 പ്രാവശ്യം ഊറ്റിക്കളഞ്ഞ് അതിന് ശേഷം അടിയെടുത്ത് കലക്കി ശർക്കര പാകമാക്കി അതും ഈ കൂവ ഇങ്ങോട്ട് മിക്സ് ചെയ്ത് അല്ല അലുവ പോലെ ആക്കിയെടുക്കും. കട്ടിയിൽ തേങ്ങ ചിരണ്ടിയിട്ട് പഴവും നുറുക്കിയിട്ട് എന്നിട്ട് അത് കഴിക്കും കേട്ടോ. ഗോതമ്പ് ചൂടാണ്, അപ്പോൾ അതിന് പരിഹാരമായിട്ട് കൂവ കഴിക്കുന്നതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാം നല്ലത് തന്നെ ശരീരത്തിന്. ഒന്ന് ചൂട് കൂടുമ്പോൾ തണുപ്പ് കിട്ടണമല്ലോ, അതിന് വേണ്ടിയിട്ട്. അങ്ങനെയാണ് ഒരു പരിപാടി. അത് നാളെ രാത്രി ആയിരിക്കും കൂവ ഉണ്ടാക്കുക. കാരണം ഇന്ന് തുടങ്ങി ഗോതമ്പ് ചെല്ലുണ്ടല്ലോ. അപ്പോൾ നാളെ രാത്രി ആകുമ്പോഴേക്കും കുറേ ചൂട് ചെന്നിട്ടുണ്ടാവും ആഹാരം. അപ്പം അതിന് പരിഹാരമായിട്ട് നാളെ കൂവ ഉറുക്കി കഴിക്കും. പിന്നെ രാത്രി തിരുവാതിരകളിക്ക് ഇടയ്ക്ക് 12 മണിയാകുമ്പോൾ എന്തെങ്കിലും സ്നാക്സ്, വട്ട ഉപ്പേരി തന്നെ വട്ടത്തിൽ വറക്കും. അത് ഈ തിരുവാതിരയ്ക്ക് വറക്കുക. ഓണത്തിന് വറക്കണ പോലെ 4ആയിട്ട് വറക്കില്ല, വട്ടം റൗണ്ട് വറക്കില്ലേ, അത് തിരുവാതിരയ്ക്ക് അങ്ങനെ വറക്കും. ആ ഉപ്പേരി ഉണ്ടാവും, പഴം പുഴുങ്ങിയതുണ്ടാവും, പിന്നെ ഈ കൂവ കുറുക്കിയതുണ്ടാവും. അതൊക്കെ കൂട്ടിയിട്ട് രാത്രി തിരുവാതിര കളിച്ച് 12 മണി 1 മണിയാകുമ്പോഴേക്കും ആൾക്കാർക്ക് വിശക്കുന്ന സമയത്ത് അപ്പോഴും കഴിക്കും. തിരുവാതിരയ്ക്ക് അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഇത്ര സമയത്തേ കഴിക്കാവൂ എന്നൊന്നും കണ്ടിട്ടില്ല കേട്ടോ, ആരും പറഞ്ഞ് കേട്ടിട്ടില്ല. അങ്ങനെ കഴിക്കും. കാരണം അത്രയും സമയം നമ്മളിങ്ങനെ ഇരുന്ന് കളിച്ചും ഇതൊക്കെ ആയിട്ട് വരുമ്പോൾ ക്ഷീണിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. എന്നിട്ട് ചുക്ക് കാപ്പി ഉണ്ടാക്കും, കാരണം മഞ്ഞുകാലമല്ലേ. അതും ഇതുമൊക്കെ കൂടെ എല്ലാവരും ഇങ്ങനെ വെറുതെ കുറച്ച് നേരം ഇരിക്കും. അത് കഴിഞ്ഞ് പാതിരാപ്പൂ ചൂടാൻ പോവും. അങ്ങനെ അടിച്ച് പൊളിച്ച് കുറേ കാലം തിരുവാതിര കൊണ്ട് കടന്ന് ആഘോഷിച്ചിരുന്നു. ഇപ്പം അടുത്തെങ്ങും വീടുകളിലൊന്നും നടത്തണില്ല ആരും. പിന്നെ വേണമെങ്കിൽ NSSൻ്റെ അടുത്ത് പോകണം, അവിടെ വേണമെങ്കിൽ പോയാൽ പങ്കെടുക്കാം, അത്ര തന്നെ. നമ്മൾ അങ്ങനെ പോകാറില്ല. ഞാൻ പോയാൽ തന്നെ എട്ടങ്ങാടി വാങ്ങിച്ച് പോരും, അത്രേ ഉള്ളൂ. പിറ്റേ ദിവസത്തേക്കൊന്നും പോകില്ല, കാരണം നമ്മൾ തൊട്ടടുത്തൊന്നും അല്ലല്ലോ പോയി വരാനായിട്ട്. അതുകൊണ്ട് അപ്പം ഞാനെന്തായാലും എൻ്റെ കഞ്ഞി കൂടി പൂർത്തിയാക്കട്ടെ. ഇന്നൊരു കുഞ്ഞു വീഡിയോ ആണ്. തിരുവാതിരയാണല്ലോ കഴിക്കാൻ എടുത്തപ്പോൾ ഓർത്തു പറയാമെന്ന്. ഇത്രേ ഉള്ളൂ വിശേഷം. പിന്നെ തിരുവാതിരയുടെ കുറച്ച് കാര്യം കൂടെ പറയാനുണ്ട്. ബൈ പറഞ്ഞു പോയതേ ഉള്ളൂ, നിർത്തണ്ട, തുടർന്ന് കുറച്ചും കൂടെ അറിയാം കേട്ടോ. പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനി വൈകുന്നേരം, ഇന്ന് ശനിയാഴ്ച, പ്രദോഷം, തിരുവാതിരയുടെ തുടക്കം, മകീരം എല്ലാം കൂടി ആയതുകൊണ്ട് നമ്മുടെ സ്ഥിരം ശിവൻ്റെ അമ്പലത്തിലേക്ക് പോകാം കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് ഒരു കാര്യം പറയാൻ മറന്നു കേട്ടോ. നമ്മുടെ നോയമ്പ് എടുക്കുമ്പോൾ നമ്മൾ എന്താ വേണ്ടേ, കരിക്കും വെള്ളം, ഒരു പഴം, പഴം ഇത് രണ്ടും കഴിച്ചിട്ടാണ് നമ്മൾ നോയമ്പെടുക്കണേ. പിന്നെ ഈ പ്രാവശ്യത്തെ എൻ്റെ വീഡിയോ വരുമ്പോഴേക്കും തിരുവാതിരയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും, എന്നാലും കണ്ടു വെച്ചോളൂ. പിന്നെ ഇത് ഞാൻ നാളെ അപ്ലോഡ് ചെയ്യും കേട്ടോ. നാളെയാണ് തിരുവാതിര, മറ്റന്നാളും തിരുവാതിരയുണ്ട്. അപ്പോൾ മറ്റന്നാൾ ഫുള്ളായിട്ട് നോയമ്പെടുക്കണമെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് മറ്റന്നാളും അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ നാളെ പറ്റിയില്ലെങ്കിലും മറ്റന്നാൾ എല്ലാവർക്കും ചെയ്യാമല്ലോ. ഇനിയല്ല, അപ്പം അമ്പലത്തിൽ പോയിട്ട് വരട്ടെ.